നമസ്കാരം, ഞാൻ കൃഷ്ണകുമാർ. ഇൻസ്പയറിംഗ് മൈൻഡ്സിലേക്ക് സ്വാഗതം. വലിയ തറവാട്ടുകാരാ, എന്ത് കാര്യം സദ്യ പോരാ. നമ്മുടെ സമൂഹത്തിലെ എന്തിനും കുറ്റം മാത്രം കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്ത് നല്ലത് ചെയ്താലും അതിലെ കുറ്റം മാത്രമേ ഇവർ കാണുകയുള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ ഒരാൾ ഭംഗിയുള്ളൊരു വീട് വെച്ചു. അതിൻ്റെ പ്ലാൻ കൊണ്ടും നിർമ്മാണം കൊണ്ടും അതിമനോഹരമായ വീട്. അതുമാത്രമല്ല, ആ വീടിൻ്റെ നിർമ്മാണ ചെലവ് വളരെ കുറവായിരുന്നു. വീടിൻ്റെ പാലുകാച്ചലിനെ നാട്ടുകാരെല്ലാവരും വിളിച്ചു. ഞങ്ങളുടെ നാട്ടിലെ എന്തിനും കുറ്റം മാത്രം കാണുന്ന ഒരാളുണ്ട്. അയാൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീടും പരിസരമൊക്കെ ചുറ്റിക്കണ്ടു. ഒന്നും കാണാനില്ല, ഒരു കുറ്റവും കാണാനില്ല. അവസാനം അയാൾ നോക്കുമ്പോൾ വീടിൻ്റെ മതിൽ പണിതിരിക്കുന്നത് വലിയ കരിങ്കൽ കൊണ്ടാണ്. അവസാനം അയാൾ ഒരു കുറ്റം കണ്ടെത്തുകയാണ്. എങ്ങാനും റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് മതിലെങ്ങാനും പൊളിച്ചു മാറ്റുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരക്കാരെല്ലായിടത്തും ഉണ്ട്, നമ്മുടെ വീട്ടിലും നാട്ടിലും ജോലി സ്ഥലത്തും എല്ലായിടത്തും. ഒരു വേട്ടക്കാരൻ ഒരു വേട്ടപ്പട്ടിയെ വാങ്ങിച്ചു. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാനുള്ള അസാമാന്യ കഴിവ് ആ പട്ടിക്കുണ്ടായിരുന്നു. വേട്ടക്കാരൻ നദിയിൽ വെടിവെച്ചിടുന്ന ഓരോ പക്ഷികളെയും കടിച്ചു കൊണ്ടുവരാനായി വേട്ടക്കാരൻ പട്ടിയെ പരിശീലിപ്പിച്ചു. തൻ്റെ പട്ടിയുടെ ഈ കഴിവ് കാണാനായി അദ്ദേഹം തൻ്റെ സുഹൃത്തിനെ ക്ഷണിച്ചു. വേട്ടക്കാരനും സുഹൃത്തും പട്ടിയും കൂടി തടാകത്തിൻ്റെ കരയിൽ ചെന്നു. വേട്ടക്കാരൻ തടാകത്തിലുണ്ടായിരുന്ന വലിയ കൊക്കുകളെ വെടിവെച്ചിട്ടു. വെടികൊണ്ട കൊക്കുകൾ വെള്ളത്തിൽ വീണു. പട്ടി ഓടിപ്പോയി ആ കൊക്കുകളെയെല്ലാം കടിച്ചു കൊണ്ടുവന്ന് വേട്ടക്കാരൻ്റെ കൂടയിലിട്ടു. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വേട്ടക്കാരനും പട്ടിയും കൂടി ഒരുപാട് പക്ഷികളെ വേട്ടയാടി. വേട്ടക്കാരൻ അഭിമാനത്തോടു കൂടി സുഹൃത്തിനെ നോക്കി. അയാൾക്ക് യാതൊരു ഭാവമാറ്റവും ഇല്ല. അവസാനം ക്ഷമ കെട്ട് വേട്ടക്കാരൻ സുഹൃത്തിനോട് ചോദിച്ചു, എൻ്റെ പട്ടിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായി നിങ്ങൾക്ക് തോന്നിയോ? സുഹൃത്ത് പറഞ്ഞു, അതെ, ഞാനും ശ്രദ്ധിച്ചു, നിങ്ങളുടെ പട്ടിക്ക് നീന്താൻ അറിയില്ല. സുഹൃത്തിൻ്റെ ഉത്തരം കേട്ട് വേട്ടക്കാരൻ ഞെട്ടിപ്പോയി. ഇത്തരക്കാർ സ്വർഗത്തിൽ പോയാലും കുറ്റം മാത്രമേ കാണുകയുള്ളൂ. താങ്ക് യു.